പണ്ടൊരിക്കൽ യാദവ ദേശത്ത് പൃഥ എന്നൊരു രാജകുമാരി ഉണ്ടായിരുന്നു. അവൾക്ക് രാജകീയമായ സൗന്ദര്യവും അതിലേറെ വിശാലമായ മനസ്സുമുണ്ടായിരുന്നു. രാജാവ് ശൂരസേനന്റെ മകളായി ജനിച്ചുവെങ്കിലും പ്രിയപ്പെട്ട മാതുലനായ കുന്തി ഭോജന്റെ മകളായിട്ടാണ് പൃഥ വളർന്നത്. അങ്ങനെ അവൾ കുന്തി എന്ന പേരിൽ പ്രസിദ്ധയായി. പെട്ടെന്ന് കോപിക്കുന്ന പ്രകൃതക്കാരനായ ദുർവാസാവ് മഹർഷി ഒരു വർഷക്കാലം അവളുടെ കൊട്ടാരത്തിൽ അതിഥിയായി വസിക്കാനായി എത്തി. എന്നാൽ ആ കുന്തി ഒരു പരാതിയുമില്ലാതെ ക്ഷമയോടെ ഭക്തിയോടെ അദ്ദേഹത്തെ പരിചരിച്ചു. സന്തോഷവാനായ മഹർഷി അവൾക്കൊരു സമ്മാനം നൽകി, ഒരു ദിവ്യ മന്ത്രം. ആ മന്ത്രം ചൊല്ലി ഏത് ദേവനെ വിളിച്ചാലും ആ ദേവന്റെ മകനായി കുന്തിക്ക് ഒരു പുത്രനെ ലഭിക്കും. പുത്രി, നീ ഈ മന്ത്രം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം നല്ലതുപോലെ ആലോചിക്കുക എന്ന് അദ്ദേഹം സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചു. ഒരു നാൾ കൗതുകം അടക്കാനാവാതെ കുന്തി ആ മന്ത്രം വെറുതെ പരീക്ഷിച്ചു നോക്കി. അവൾ കിഴക്കുതിച്ചുയരുന്ന സൂര്യദേവനെ വിളിച്ചു. ഉടൻ തന്നെ സൂര്യദേവൻ പ്രത്യക്ഷപ്പെടുകയും അവൾക്കൊരു കുഞ്ഞിനെ നൽകുകയും ചെയ്തു. ആ കുഞ്ഞിന്റെ ജനനത്തോടെ കുന്തിയുടെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് ഉയർന്നു. വിവാഹത്തിന് മുമ്പ് എനിക്കൊരു കുഞ്ഞോ, ആളുകൾ എന്തു പറയും? ലോകത്തെ ഭയന്ന് തന്റെ ഹൃദയം പിളരുന്ന വേദനയോടെ അവൾ ആ പിഞ്ചു കുഞ്ഞിനെ ഒരു കുട്ടയിലാക്കി ഗംഗാ നദിയിൽ ഒഴുക്കി വിട്ടു. ആ കുട്ടിയാണ് പിന്നീട് കർണൻ എന്ന ധീര യോദ്ധാവായി വളർന്നത്. കർണനെ ഉപേക്ഷിച്ച ആ പാപഭാരം കുന്തിക്ക് ഒരു കനൽ പോലെ ജീവിതകാലം മുഴുവൻ പേറേണ്ടി വന്നു. പിന്നീട് കുന്തി ഹസ്തിനപുരിയിലെ യുവരാജാവായ പാണ്ഡുവിനെ വിവാഹം കഴിച്ച് രാജ്ഞിയായി. പക്ഷേ അവരുടെ സന്തോഷം അധികം നീണ്ടില്ല. ഒരു ശാപം കാരണം പാണ്ഡു രാജാവിന് ഭാര്യമാരുമായി ഒന്നിക്കാൻ സാധിക്കാതെ വന്നു. സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന പാണ്ഡുവിനെ കുന്തി ആശ്വസിപ്പിച്ചു. അവൾ ദുർവാസാവ് മഹർഷി നൽകിയ മന്ത്രത്തിന്റെ രഹസ്യം പങ്കുവയ്ക്കുകയും ചെയ്തു. അങ്ങനെ കുന്തിയുടെ പ്രാർത്ഥനയിൽ ധർമ്മദേവനിൽ നിന്ന് യുധിഷ്ഠിരനും വായുദേവനിൽ നിന്ന് ഭീമനും ദേവേന്ദ്രനിൽ നിന്ന് അർജുനനും പിറന്നു. സ്വന്തം ദുഃഖം മാറ്റിവെച്ച് കുന്തി ആ മന്ത്രം പാണ്ഡു രാജാവിന്റെ രണ്ടാം ഭാര്യയായ മാദ്രിക്കും പകർന്നു നൽകി. മാദ്രിക്ക് അശ്വനി കുമാരന്മാരിൽ നിന്ന് നകുലനും സഹദേവനും ജനിച്ചു. അങ്ങനെ ദേവാനുഗ്രഹത്താൽ 5 പാണ്ഡവന്മാർ ലോകത്തിന് വെളിച്ചമായി പിറന്നു വീണു. പക്ഷേ വിധി വീണ്ടും ക്രൂരമായി ചിരിച്ചു. ഒരു നാൾ പാണ്ഡു രാജാവ് ശാപം മറന്ന് മാദ്രിയെ സ്നേഹത്തോടെ സ്പർശിക്കുകയും ഉടൻ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഭർത്താവിനോടുള്ള സ്നേഹത്താൽ മാദ്രി പാണ്ഡുവിന്റെ ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ചു. മാദ്രി തന്റെ ഇരട്ട കുഞ്ഞുങ്ങളായ നകുലനെയും സഹദേവനെയും കുന്തിയുടെ കൈകളിൽ ഏൽപ്പിച്ചു. സ്വന്തം 3 മക്കൾക്കൊപ്പം ആ ഇരട്ട പുത്രന്മാരെയും കുന്തി വളർത്തി. എന്നാൽ മറ്റൊരു സന്ദർഭത്തിൽ കുന്തിയുടെ വാക്കുകൾ വീണ്ടും വിധി മാറ്റി എഴുതി. അർജുനൻ ദ്രൗപദിയെ സ്വയംവരത്തിൽ ജയിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ മാതേ, ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. എന്തോ ഒരു കാര്യത്തിൽ മുഴുകിയിരുന്ന കുന്തി ആരാണെന്നോ എന്താണെന്നോ നോക്കാതെ ഉറക്കെ പറഞ്ഞു, പുത്രന്മാരെ, നിങ്ങൾ 5 പേരും അത് പങ്കിട്ടെടുത്തോളൂ. ആ ഒരൊറ്റ വാക്ക് കാരണം ദ്രൗപദി 5 പാണ്ഡവന്മാരുടെ ഭാര്യയായി മാറി. ജീവിതത്തിന്റെ അവസാന കാലത്ത് യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോൾ കുന്തി പഴയ രാജാവായ ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും സേവനം ചെയ്ത് വനത്തിലേക്ക് യാത്രയായി. ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് വിധി നൽകിയ ദുരിതങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് അവർ വനത്തിലെ കാട്ടുതീയിൽ ലയിച്ചു ചേർന്നു. കുന്തിയുടെ ജീവിതം ഒരു പാഠമാണ്. അവൾ ശക്തിയും ത്യാഗവും സ്നേഹവും നിറഞ്ഞ മാതാവായിരുന്നു. എന്നാൽ ലോകത്തെ ഭയന്നുള്ള അവളുടെ ഒരൊറ്റ തെറ്റ്, അതായത് കർണനെ ഉപേക്ഷിച്ചത്, അവളുടെ ജീവിതത്തിൽ തീരാത്ത ദുഃഖമായി മാറുകയും വലിയ യുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു. എന്നിരുന്നാലും മക്കൾക്ക് ധാർമ്മികമായ വഴി കാണിച്ചു കൊടുത്ത ഹൃദയം നിറഞ്ഞ ഒരു രാജ്ഞിയായി അവർ എക്കാലവും സ്മരിക്കപ്പെടുന്നു. കുന്തി മാതാവിന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. രാധേ കൃഷ്ണ, രാധേ കൃഷ്ണ.